എല്ലാവർക്കും നമസ്കാരം. 23 വയസ്സുള്ള ഒരു യുവാവ് കുട്ടനാട് മണ്ഡലത്തിൽ താമസിക്കുന്നതാണ്. ആ യുവാവ് മിനിങ്ങാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്ക് രാഷ്ട്രീയവും ഇല്ല, ഞാനൊരു മെഡിക്കൽ മേഖലയിൽ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ഒരു യുവാവാണ്. എനിക്ക് എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടനത് മണ്ഡലത്തിന് വേണ്ടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമോ? ആ യുവാവിൻ്റെ ആഴമായ പഠനങ്ങളും ഗ്രഹണവും ഒക്കെ 23 വയസ്സുള്ള ഒരു യുവാവിനെ സംബന്ധിച്ച് അത്രയും കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക തന്നെ വേണം. ആ യുവാവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ മണ്ഡലം കുട്ടനാടാണ്. കുട്ടനാട് നേരത്തെ കുട്ടനാടിൻ്റെ ദീർഘകാല MLA എന്ന് പറയുന്നത് KC ജോസഫായിരുന്നു. KC ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആളായിരുന്നു. അതിനുശേഷം തോമസ് ചാണ്ടി വന്നു. തോമസ് ചാണ്ടിക്ക് ശേഷം തോമസ് കെ തോമസ്, അവർ രണ്ടും NCP എന്ന് പറയുന്ന പാർട്ടിയുടെ ആളുകളായിരുന്നു. NCPക്കൊന്നും ആരും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ആ യുവാവ് തന്നെ പറഞ്ഞതാണ്, മെയിൻ പാർട്ടികൾ ആരും കുട്ടനാട് ഏറ്റെടുക്കുന്നില്ല. ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, കോടീശ്വരന്മാരായ ആളുകൾക്ക് മണ്ഡലം വിൽക്കുന്നു. മണ്ഡലം വിറ്റ് കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവർ എറണാകുളത്തോ തൃക്കാക്കരയിലോ, ഇപ്പോൾ ഈ തോമസ് കെ തോമസ് താമസിക്കുന്ന തൃക്കാക്കരയില, അപ്പോൾ അവർ എറണാകുളത്തോ തൃക്കാക്കരയിലോ ഒക്കെ താമസിക്കുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് MLA കൊണ്ടുള്ള പ്രയോജനങ്ങൾ കിട്ടുന്നില്ല, അത്യാവശ്യങ്ങൾ നടക്കുന്നില്ല. ഇനി കുട്ടനാട്ടുകാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നൈസായിട്ട് ആ യുവാവിനോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടനാടുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടനാടുകാർക്ക് മാത്രമേ മനസ്സിലാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്കതിനകത്തൊരു കൗതുകം തോന്നി, അത് എന്നതൊക്കെയാണെന്ന്. കാരണം ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അതാണ്. കായൽ നിരപ്പിൽ നിന്ന് ഒരു 3 അടിയോളം താന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. ബണ്ട് വെച്ച് പൊക്കി വെള്ളം പൊങ്ങി നിൽക്കുന്നു, കുട്ടനാട് താന്നു നിൽക്കുന്നു. കുട്ടനാട് വെള്ളമാണ് പ്രശ്നമെങ്കിലും കുട്ടനാട് ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. വെള്ളം ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമില്ല. കുട്ടനാട് വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. പിന്നെ കുട്ടനാട് ഈ വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കുട്ടനാടിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് പറയുക, അദ്ദേഹം തന്നെ പറയുക, ഈ സ്വാമിനാഥൻ കമ്മീഷൻ കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്ന ഒരു പാക്കേജ് കൊണ്ടുവന്നത് അത് ശക്തമാണെങ്കിലും രാഷ്ട്രീയക്കാരും മുതലാളിമാരൂടെ കൂടി അതങ്ങ് മുക്കി. അവിടുത്തെ ബണ്ടുകൾ പണ്ട് കാലത്തുണ്ടായിരുന്നത് ഈ ചെളിയുടെ കട്ട വെച്ചുണ്ടാക്കിയ ബണ്ടുകളാണ്. ആ ബണ്ടുകൾ മാറ്റി ഇപ്പം കല്ലുകെട്ടാക്കി, റബിൾ മേസൺറി കല്ലുകൊണ്ടുള്ള ആക്കിയെങ്കിലും വെള്ളം അടിക്കുമ്പോൾ തന്നെ ഈ കല്ലിനകത്ത് സിമെൻറ്റോ വല്ലതും ഉണ്ടെങ്കിൽ അത് നിൽക്കുകയുള്ളൂ. അത് പക്ക കോൺക്രീറ്റ് ബണ്ടുകൾ ഉണ്ടാക്കേണ്ടതിന് സർക്കാർ സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ടും പ്രകാരമൊക്കെ ഫണ്ട് മുടക്കി അത് രാഷ്ട്രീയക്കാരും മുതലാളിമാരും അടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും വെള്ളം വന്നിങ്ങനെ കായലിലെ വെള്ളം അടിക്കുമ്പം ഈ ബണ്ടെല്ലാം ഇളകി പോവുക. ഇതിലും എത്രയോ നല്ലതായിരുന്നു പഴയ ചെളി ബണ്ട്. പക്ഷേ അത് മുന്നോട്ട് നിർത്താൻ പറ്റുകയില്ല, നല്ല ബണ്ടുകൾ തന്നെ വേണം. പിന്നെ ഈ ആറുകളിലും തോടുകളിലും എക്കലും പോളയും എല്ലാം വന്നടിയുന്നത് സമയാസമയങ്ങളിൽ മാറ്റിയാൽ മാത്രമേ കുട്ടനാടിൻ്റെ വെള്ളപ്പൊക്ക ഭീഷണി മാറുള്ളൂ. 2018 ശേഷം അത് ചെയ്തിട്ടില്ലെന്നാണ് യുവാവ് പറഞ്ഞത്. 2018 ശേഷം. പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ, അതായത് ഈ കുട്ടനാട്ടിൽ നിന്ന് കടലിലോട്ട് വെള്ളം ഇറക്കി വിടുന്ന സ്പിൽവേ, അത് കുറച്ചും കൂടെ വിപുലീകരിക്കണം. 23 വയസ്സുള്ള യുവാവ പറയുന്നു കുട്ടണം. പിന്നെ അദ്ദേഹം പറയുക, പൊഴി മുറിക്കണം സമയത്ത്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഈ പൊഴി മുറിക്കണമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്നാന്ന് അറിയത്തില്ല. അന്നേരം അങ്ങനെ പറയുക, ഈ കടൽ ഓരോ തിരയടിക്കുമ്പോഴും ഈ കായലിലോട്ടും ഇവിടുന്ന് കൊണ്ട് വെള്ളം അങ്ങോട്ട് തള്ളുന്ന പുഴയിലോട്ടും തോടിലോട്ടും ഒക്കെ മണൽ കൊണ്ടുവന്ന് കയറ്റും. ഈ മണൽ സമയത്ത് വാരി വൃത്തിയാക്കിയാലേ കുട്ടനാട് വന്നു കയറുന്ന വെള്ളം ഈ കടലിലോട്ട് പോവുള്ളൂ. ഇതിനാ പൊഴി മുറിക്കുക എന്ന് പറയുന്നത്. അത് സമയത്ത് മുറിക്കണം. പിന്നെ ഈ മലവെള്ളം വരുന്നതിന് മുമ്പ് തോടുകളും പുഴകളും എല്ലാം ക്ലീൻ ചെയ്യണം. അതൊക്കെ കൃത്യമായ സമയത്ത് തന്നെ ചെയ്യണം. അല്ല എന്നേലും ചെയ്താൽ പോരാ. അത് ചെയ്യണമെങ്കിൽ അവിടുത്തുകാരനായ ഒരു MLA അവരുടെ കൂടെ വേണം. ഇനി അടുത്തത് പറയുന്നത് AC കനാൽ പൂർത്തീകരിക്കണം. AC കനാൽ എന്ന് പറഞ്ഞാൽ ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു കായലുണ്ട്. ഈ കായൽ അത് കൃത്യമായും ആ പദ്ധതി പ്രകാരം പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൽ വെള്ളം കയറുന്ന പരിപാടി നിൽക്കും. പിന്നെ കൃഷി കഴിയുമ്പോൾ ഈ മോട്ടറുകൾ സർവീസ് ചെയ്യാൻ വേണ്ടി എടുക്കും. ഈ മോട്ടറുകൾ സർവീസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴത്തേനും ബണ്ടിലുള്ള ആ കായലിലുള്ള വെള്ളം എല്ലാം കൂടി ഇതിനകത്ത് വന്നു കയറും. ഇതൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനോ സംവിധാനങ്ങൾ ചെയ്യാനോ ഒക്കെ അതിനവിടെ കൃത്യമായിട്ട് ഈ MLA വേണം.
ആ MLA അവിടുത്തുകാരനായ ഒരാൾക്ക് മാത്രമേ ഇതറിയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും കിടക്കുന്ന ഒരു വ്യവസായിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇയാൾക്ക് ഈ നാടിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഉണ്ടെന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരന്. എന്നിട്ട് തോമസ് ഇപ്പോൾ താമസിക്കുന്നത് തൃക്കാക്കര. ഇയാൾ ടൂർ വരുന്നത് പോലെ വല്ല കാലത്തും ഇവിടെ വരുമെന്നാണ് ഈ യുവാവ് പറയുന്നത്. ടൂർ വരുന്ന പോലെ വരുന്നു, പോകുന്നു. ഇവർക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടനാടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ്റെയും ബിസിനസ്സുകാരൻ്റെയും കണ്ണിൽ ടൂറിസമാണ്. റിസോർട്ടുകളും ഹോം സ്റ്റേകളും അതുമായി ബന്ധപ്പെട്ട മേഖലയൊക്കെയാണ് അവരുടെ ചിന്തയിലുള്ളത്, അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകളും ഒക്കെയാണ്. എന്നാൽ അതൊന്നുമല്ല. ഈ കഴിഞ്ഞ 20 വർഷമായി ചേട്ടനും അനിയനും കൂടെ ഇങ്ങനെ വന്നുപോയി, അതായത് തോമസും തോമസ് ചാണ്ടിയും ഒക്കെ ഇങ്ങനെ വന്നുപോയി ടൂർ അടിച്ചു പോയെന്നല്ലാതെ അവിടെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നുള്ള. ഇനി ഈ പ്രാവശ്യം ആ മണ്ഡലം UDFിൽ ജോസഫ് ഗ്രൂപ്പിലാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്. എന്നിട്ട് ഈ യുവാവ് തന്നെ പറയുക, ഒരു ഓട്ടോറിക്ഷയെ പോകാനുള്ള ആൾ പോലും ഈ പാർട്ടിക്ക് ആ മണ്ഡലത്തിലില്ല. കുട്ടനാട് മണ്ഡലത്തിൽ ഒരു ഓട്ടോറിക്ഷയെ പോകാനുള്ള ആൾ പോലും ആ മണ്ഡലത്തിൽ ഈ പാർട്ടിക്കില്ല. അതുകൊണ്ട് ഇവരെന്നാ കാണിച്ചു, ഇവരിത് കായംകുളംകാരൻ ഒരു ബാറ് മുതലാളിക്ക് സീറ്റ് വിറ്റു എന്നാണ് ഇവർ പറയുന്നത്. കായംകുളംകാരൻ ബാറ് മുതലാളിക്ക് വിറ്റു. ഇനി ഈ വെള്ളം പൊങ്ങുമ്പം ഇവർക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പം ഇവരെന്നാ കാണിക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇവരിനി എന്നാ കാണിക്കണം? ആലപ്പുഴയിലും എറണാകുളത്തും ഒക്കെ ബാറുള്ള മുതലാളിയുടെ ബാറിൻ്റെ ഭാഗത്തൊക്കെ പോയി നോക്കി നിൽക്കണോ ജനം? കുട്ടനാട്ടിലുള്ള ആളുകൾ കുട്ടനാട്ടിൽ അവരുടെ ഉള്ള വസ്തുക്കൾ പിടിയ വിലയ്ക്ക് വിറ്റിട്ട് ഇച്ചിരി കൂടെ ഉയർന്ന സ്ഥലങ്ങളിൽ ചങ്ങനാശ്ശേരി തൊട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് സൈഡിലോട്ടെല്ലാം പോവുക. എന്നിട്ട് അദ്ദേഹം പറയുക, അങ്ങനെ ഞാനിനി പോവുകയാണെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ബാങ്കിൻ്റെ EMI അടച്ച് തീരേണ്ടി വരും. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ഇതിനൊരു പരിഹാരം? അപ്പം അങ്ങനെ പറയുക, കുട്ടനാട്ടുകാർക്ക് വേണ്ടി കുട്ടനാട്ടിൽ തന്നെയുള്ള കുട്ടനാട്ടുകാരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന എന്ത് വിഷയം ഉണ്ടായാലും ആ നാട്ടിൽ തന്നെ കാണുന്ന ഒരു MLA അവർക്ക് വേണ്ടി വേണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിന് പറ്റിയ ആളുകളൊക്കെ ഉണ്ടോ അവിടെ? അന്നേരം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സജി ജോസഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ DCC വൈസ് പ്രസിഡൻ്റാണ്. പക്ഷേ സാധാരണക്കാരനാണ്, വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ്, വലിയ ജനപിന്തുണയുള്ള ആളാണ്. പക്ഷേ സാധാരണക്കാരനും വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് ജനപിന്തുണയുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഇയാൾക്ക് രാഷ്ട്രീയം വല്ലതും ഉണ്ടോ? ഈ യുവാവിന് എന്നെ വിളിച്ച ആളിന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ ജനങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ സാധാരണഗതിയിൽ ജനങ്ങളുടെ കൂടെ എപ്പോഴും കാണുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. എനിക്ക് ആ മനുഷ്യനെ വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ അയാളെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞതുമല്ല. ഈ യുവാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒറ്റ കാര്യമേ ഇതിനകത്ത് എനിക്ക് LDFിനോടും UDFിനോടും പറയാനുള്ളൂ. കുട്ടനാട് മണ്ഡലം ഈ കാലാകാലങ്ങളിൽ നിങ്ങൾ വിറ്റു, നിങ്ങൾ വമ്പന്മാർക്ക് വിറ്റു. ആ യുവാവിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ 139 മണ്ഡലങ്ങളിൽ നിങ്ങൾ 2 കൂട്ടരും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചപ്പോൾ കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ എല്ലാ കാലങ്ങളിലും നിങ്ങൾ മുതലാളിമാർക്ക് വിറ്റു. ഈ പ്രാവശ്യവും നിങ്ങൾ വിറ്റു. ജോസഫ് ഗ്രൂപ്പ് ഈ പ്രാവശ്യം ആ സീറ്റ് ഒരു ബാർ ഉടമയ്ക്ക് വിറ്റു എന്ന് നാട്ടുകാർക്ക് പിടികിട്ടി. എന്നോട് ആളിൻ്റെ പേര് വരെ പറഞ്ഞ് ഞാൻ പിന്നെ പേരങ്ങോട്ട് വിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് LDFിനോടും UDFോടും പറയട്ടെ, അവിടെ റിസോർട്ടും ഹോം സ്റ്റേയും ഹൗസ് ബോട്ടും അല്ലാതെ അവിടെ ജീവനുള്ള കുറേ ആളുകളുണ്ട് ആ മണ്ഡലത്തിൽ. അവരെയും കൂടെ പരിഗണിക്കുന്ന ഒരു സംവിധാനം. കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറയാണ്, കേരളത്തിന് ചോറ് കൊടുക്കുന്ന പ്രധാനമായ ഒരു ഭാഗമാണ്, അനേക വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്, അനേക അവസരങ്ങൾ ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ കുറേ ജനവും കൂടെ ഉണ്ടെന്നുള്ളത് LDFും UDFും മനസ്സിലാക്കിയിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ ദയവായി ഈ സീറ്റ് വിൽക്കരുത്. ഈ സീറ്റ് അവിടെ തന്നെയുള്ള ഒരാളിനെ, മണ്ഡലത്തിന് ഗുണമുള്ള ഒരാളിനെ നിങ്ങൾ അവിടുന്ന് അത് ഏൽപ്പിച്ചിട്ട് അവിടുന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അയാളെ സംസ്ഥാനത്തിൻ്റെ ഒരാവശ്യമായി ജയിപ്പിച്ചു കൊണ്ടുവരണം. തന്നെയുമല്ല, കുട്ടനാടിന് പ്രത്യേകമായ ശക്തമായ പാക്കേജുകൾ കൊണ്ടുവന്ന് അതിനകത്ത് കൈയിട്ട് വാരാതെ അത് കൃത്യമായി നല്ല രീതിയിൽ കൊള്ളാവുന്ന കമ്പനികളെ, സൊസൈറ്റികളെ അല്ല ഏൽപ്പിക്കേണ്ടത്, L&T പോലെയുള്ള നല്ല ഭഗീരഥ പോലെ L&T പോലെയുള്ള നല്ല കമ്പനികളെ ഏൽപ്പിച്ച് അത് കൃത്യമായ രീതിയിൽ ചെയ്തു കൊടുത്താൽ അവരുടെ കാര്യങ്ങൾ നടക്കും. തന്നെയുമല്ല, ആ ജനത്തിൻ്റെ സങ്കടങ്ങൾ ഇനി അവർ മുഴുവൻ അവിടുന്ന് പോയിട്ട് ചുമ്മാ വെള്ളം മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കണം എന്ന്, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.